Hi friends, everyone പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് അസൂസിന്റെ ZenFone Lite L1 എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ നമുക്ക് സാധാരണക്കാരനൊക്കെ ബഡ്ജറ്റ് നോക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് Asus ZenFone Lite L1 എന്ന് പറയുന്ന ഈ ഫോൺ. അപ്പോൾ ഈ ഫോണിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. Asus ഈയിടെയായിട്ട് പുറത്തിറക്കിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോണാണ് Asus ZenFone Lite L1 എന്ന് പറയുന്ന ഈ ഫോണ്. ഫ്ലിപ്കാർട്ടിൽ നമുക്ക് ഈ ഫോൺ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഫോണിൻ്റെ വില വരുന്നത് 5999 രൂപ, അതായത് 6000 രൂപയാണ്. ഈ മാസം 1-ാം തീയതി മുതൽ 9-ാം തീയതി വരെ അസൂസിൻ്റെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. ആ ഓഫർ സമയത്താണ് ഞാൻ ഈ ഫോൺ വാങ്ങിയത്. അപ്പോൾ ഇതിന് 4999 രൂപ, അതായത് 5000 രൂപക്കാണ് ഈ ഫോൺ കിട്ടിയത് നമുക്ക്. ഇപ്പോൾ ഓഫർ സമയത്ത് നമ്മൾ ഫോണുകൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നല്ല വിലക്കുറവാണ് നമുക്ക് കിട്ടുന്നത്. ഇനിയിപ്പോൾ 5999 രൂപയ്ക്ക് വാങ്ങിയാലും നഷ്ടമില്ലാത്തൊരു ഫോൺ തന്നെയാണ് ZenFone Lite L1 എന്ന് പറയുന്ന ഈ ഫോണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ പാക്ക് തുറന്നൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ബോക്സിനകത്ത് എന്തൊക്കെയുള്ളത് നോക്കാം. ഫസ്റ്റിനെ കാണുന്നത് നമുക്ക് ഇതുപോലത്തെ ഒരു കവറാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു സിം ഇജക്ടറാണ്. സിം ഇജക്ടറും പിന്നെ വാറണ്ടി കാർഡും യൂസർ മാനുവൽ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഈ കവറിനകത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ താഴെയാണ് നമ്മുടെ ഫോൺ വരുന്നത്, Asus ZenFone Lite L1 എന്ന് പറയുന്ന ഫോണ്. ഇപ്പോൾ നമ്മൾ ഫോൺ കയ്യിലെടുക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും, തീരെ ഭാരമല്ല, തീരെ കനമല്ല ഫോണിന്. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ കൈ പിടിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കനം മാത്രമേ ഇതിനുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് വലിയ ആർഭാടൊന്നും ഇല്ലാത്ത നൈസായിട്ടുള്ള ഡിസൈനാണ് വരുന്നത്. നമുക്ക് ഫോൺ ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ബാക്കി എന്തൊക്കെ പാക്കിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. പിന്നീട് നമുക്ക് ബോക്സിനകത്ത് വരുന്നത് ഒരു USB ചാർജിങ് കേബിളാണ്. അതോടൊപ്പം തന്നെ USB ചാർജിങ് അഡാപ്റ്ററും. ഹെഡ്ഫോണൊന്നും നമുക്ക് ഇതിൻ്റെ കൂടെ അവൈലബിൾ അല്ല. ഇതിൻ്റെ കൂടെ മാത്രമല്ല, അപ്പോൾ ഇറങ്ങുന്ന ഏത് ഫോണിൻ്റെ കൂടെയും ആരും ഹെഡ്ഫോൺ കൊടുക്കുന്നില്ല, ഏത് കമ്പനിയും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സുകളൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് പറയാം. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് പ്രീമിയം മെറ്റാലിക് ഫിനിഷാണ്. ഇതിൻ്റെ ബോഡി വരുന്നത് പ്രീമിയം മെറ്റാലിക് ഫിനിഷാണ്. പിന്നെ അതുപോലെ തന്നെ 82% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് വരുന്നത്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തീരെ കനമുള്ള സാധനം, നമ്മുടെ കയ്യിലൊക്കെ പിടിച്ച് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇത് 2 കളർ വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. ബ്ലാക്കും ഗോൾഡും ആയിട്ടുള്ള 2 കളർ വേരിയൻറ്റിലും നമുക്ക് ഈ ഫോൺ അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 18:9 5.45 ഇഞ്ച് ഹൈ ഡെഫിനിഷൻ ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. ഇനി ഇതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാം. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് Qualcommൻ്റെ Snapdragon 430 ഒക്ടാ കോർ പ്രോസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റാം വരുന്നത് 2GB റാമാണ് ഇതിന് വരുന്നത്. പിന്നെ ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്നത് 16 GB ഇൻറ്റേർണൽ സ്റ്റോറേജാണ് വരുന്നത്. 2GB റാമിൽ 16 GB ഇൻറ്റേർണൽ സ്റ്റോറേജാണ് ഇതിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയാം. ഇതിൻ്റെ ക്യാമറ വരുന്നത് റിയർ ക്യാമറ 13 മെഗാപിക്സലിൻ്റെ റിയർ ക്യാമറയാണ് വരുന്നത്. വിത്ത് LED ഫ്ലാഷ് ലൈറ്റ് ആൻഡ് ഫേസ് ഡിറ്റക്ഷൻ ഓട്ടോ ഫോക്കസ് ടെക്നോളജിയൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 5 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് വിത്ത് LED ഫ്ലാഷ് ലൈറ്റ്. ഈ ഒരു ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്യാമറ തന്നെയാണ് ZenFone Lite L1 യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെടുത്തുള്ള ഫോട്ടോസും വീഡിയോസും നമുക്ക് വീഡിയോയുടെ അവസാനം കാണിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററിയെ കുറിച്ച് പറയാം. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ബാറ്ററി 3000 mAh ബാറ്ററിയാണ് വരുന്നത്. 28 ദിവസത്തെ 4G സ്റ്റാൻഡ് ബൈ ടൈമും അതോടൊപ്പം തന്നെ 4 days മ്യൂസിക് പ്ലേ ബാക്കും
17 മണിക്കൂർ നമുക്ക് വൈഫൈ ഉപയോഗിച്ച് ബ്രൗസ് ചെയ്യാമെന്നൊക്കെയാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ ഇതിൽ നമുക്ക് 2 സിമ്മുകൾ അറ്റ് എ ടൈമിൽ ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ ഒരു മെമ്മറി കാർഡും. 2 സിമ്മ് പ്ലസ് ഒരു ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് സ്ലോട്ടാണ് നമുക്കിതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് വരുന്നത് ZenUI 5 ആണ് ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് Android 8 Oreoയിലാണ് ZenFone Lite L1 വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിൽ 4G LTD സപ്പോർട്ടറാണ്. അതുപോലെ തന്നെ 4Gയും 3Gയും 2Gയും നമുക്ക് ഇതിൽ സപ്പോർട്ടറാണ്. പിന്നെ നമുക്ക് വൈഫൈ അവൈലബിൾ ആണ്, വൈഫൈ സപ്പോർട്ടറാണ്, ബ്ലൂടൂത്ത് സപ്പോർട്ടറാണ്. പിന്നെ നമുക്കിതിൽ വരുന്ന സെൻസറുകൾ എന്ന് പറയുന്നത് ആക്സിലോമീറ്റർ സെൻസർ വരുന്നുണ്ട്, ഈ കമ്പാസ്, പ്രോക്സിമിറ്റി സെൻസർ, ആംബിയൻ ലൈറ്റ് സെൻസർ തുടങ്ങിയ സെൻസറുകൾ നമുക്കിതിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്കിതിൻ്റെ വാറണ്ടി വരുന്നത് 1 വർഷത്തെ മൊബൈൽ ഫോണ് ഫുള്ളായിട്ടുള്ള വാറണ്ടി ഉണ്ട്. പിന്നെ 6 മാസം നമുക്ക് ആക്സസറീസിനുള്ള വാറണ്ടിയും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ Asus ZenFone Lite L1ൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. എന്തുകൊണ്ട് നമുക്ക് ഒരു 4999 അല്ലെങ്കിൽ 5999 ലഭിക്കാവുന്ന ഫോണുകളിൽ ഏറ്റവും മികച്ച ഫോൺ തന്നെയാണ്, നല്ല മികച്ച ബഡ്ജറ്റ് ഫോൺ തന്നെയാണ് Asus ZenFone Lite L1 എന്ന് പറയുന്ന ഈ ഫോണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറ യൂസ് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒന്ന് കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോയുടെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.